മുംബൈയിലെ നേർക്കുനേർ ബലാബലത്തിലാണ് ബി.ജെ.പിയെ ഫോട്ടോ ഫിനിഷിൽ 3 സീറ്റുകൾക്ക് പിന്നിലാക്കി ശിവസേന ഒന്നാമതെത്തിയത്. ശിവസേന 84, ബി.ജെ.പി 81, കോൺഗ്രസ് 31, എം.എൻ.എസ് 7, എൻ.സി.പി 9, മറ്റുള്ളവർ 14 എന്നിങ്ങനെയാണ് സീറ്റ് നില. 227 അംഗ സഭയിൽ ഭരണത്തിന് 114 പേരുടെ പിന്തുണ വേണമെന്നിരിക്കെ ശിവസേനയുടെയും ബി.ജെ.പിയുടെയും നീക്കങ്ങളാണ് ഇനി ശ്രദ്ധേയം. ശിവസേന ഒന്നാമതെത്തിയെങ്കിലും 2012-ലെ 31 സീറ്റ് 80 ഉയർന്നതാണ് മുംബൈയിൽ ബി.ജെ.പിയുടെ നേട്ടം. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 52 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് 31-ൽ ഒതുങ്ങി. ബി.ജെ.പിയും ശിവസേനയും നേർക്കുനേർ മത്സരിച്ച ആനുകൂല്യവും നോട്ട് പിൻവലിക്കലിന് ശേഷമുള്ള സാഹചര്യവും മുതലാക്കാനാകാതെ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുംബൈ കോൺഗ്രസ് അധ്യക്ഷൻ സഞ്ജയ് നിരുപം രാജിവെച്ചു. അതേസമയം സ്വന്തം ജില്ലയായ ബീഡിൽ ബി.ജെ.പി നേരിട്ട പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി പങ്കജ മുണ്ടെയും രാജിസന്നദ്ധത അറിയിച്ചു. ബി.എം.സി തെരഞ്ഞെടുപ്പിൽ ധാരാവിയിൽ നിന്ന് ശിവസേന സ്ഥാനാർത്ഥിയായി മത്സരിച്ച തൃശൂർ സ്വദേശി എം ജഗദീഷ് വിജയിച്ചു. മുംബൈയിലും താനെയിലും ശിവസേന ഒന്നാമതെത്തിയെങ്കിലും മറ്റ് 8 നഗരസഭകളിലും ബി.ജെ.പി വിജയക്കൊടി നാട്ടി. അമരാവതിയിലും സോളാപൂരിലും കോൺഗ്രസിൽ നിന്നും, പൂനെയിലും പിമ്പിരി ചിഞ്ചുവാഡിലും എൻ.സി.പിയിൽ നിന്നും, നാസിക്കിൽ എം.എൻ.എസിൽ നിന്നും ബി.ജെ.പി ഭരണം പിടിച്ചെടുത്തു. 283 പഞ്ചായത്ത് സമിതികളിലേക്കും 25 ജില്ലാ പരിഷത്തുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയും ശിവസേനയും നേട്ടമുണ്ടാക്കി. മാതൃഭൂമി ന്യൂസ്, മുംബൈ.